ഓം ബ്രഹ്മദേവായ നമഃ. നീ മഹാശക്തിശാലിയാണെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. സഹോദരന്റെ മൃത്യുവിന് കാരണമായവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവനെ നിനക്ക് പരാജയപ്പെടുത്തണമെങ്കിൽ ബ്രഹ്മദേവനെ ധ്യാനിച്ച് തപസ്സ് ചെയ്യൂ. ബ്രഹ്മദേവായ നമഃ. കണ്ട തുറക്കൂ. ഹിരണ്യകശിപു, പറയൂ, നീ ആഗ്രഹിക്കുന്ന വരം എന്താണ്? സർവം. അല്ലയോ ബ്രഹ്മദേവ, ഈ ചരാചരത്തിൽ താങ്കളുടെ സൃഷ്ടിയിലെ ഒന്നിൽ നിന്നും എനിക്ക് മൃത്യു സംഭവിക്കില്ലെന്നുള്ള വരം നൽകണം. പകൽ സമയത്തിലോ രാത്രിയിലോ എന്റെ വസതിയുടെ അകത്തു വച്ചോ അല്ലെങ്കിൽ പുറത്തു വച്ചോ, ആയുധം കൊണ്ടോ തന്ത്രം കൊണ്ടോ, ജീവനുള്ളവയിൽ മൃത്യുവുമായവയിൽ നിന്നും എവിടെയാണോ അന്ധകാരം പൂർണ്ണമായി നിലകൊള്ളുന്നത് അവിടെ പുതിയൊരു വെളിച്ചം പിറവിയെടുക്കും. പ്രഹ്ലാദ, മാതേ, ഞാനെപ്പോഴും ഒരു നാമത്തിലാണ് വിശ്വസിക്കുന്നത്. അതിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതിലൂടെ സകലതിനും മുക്തി ലഭിക്കുന്നു. വിഷ്ണുവിനെ പരിത്യജിക്കുക. നാം ഒരിക്കലും പരമാത്മാവായ വിഷ്ണു ഭഗവാനെ ശത്രുവായി കാണുകയില്ല. അവനോടുള്ള നിന്റെ ഭക്തി വെടിയുക. നമ്മുടെ പുത്രൻ പ്രഹ്ലാദന് നാം വധശിക്ഷ വിധിക്കുകയാണ്. സുരഗണമാണ്. ഇതുപോലുള്ള ഒന്നും നമ്മുടെ കുലത്തിന് പേരും മഹിമയും പ്രദാനം ചെയ്യില്ല. എന്തു തന്നെ സംഭവിച്ചാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഉള്ളിൽ വസിക്കുന്നത് ഭഗവാൻ വിഷ്ണുവാണ്, സർവസൃഷ്ടാവ്. എങ്കിൽ നോക്കാം, സംരക്ഷിക്കാൻ വരുമോ എന്ന്. ആരെ വേട്ടയാടുമെന്നും അറിയാവുമെന്നും ഇന്ന് കണ്ടറിയാം.